അപ്പൊ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18ആയി. 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ അത് ശരി. നിങ്ങൾ പ്ലസ് വണ്ണിലാണോ പ്ലസ് ടുലാണോ മോളെ? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. പ്ലസ് ടു കഴിഞ്ഞല്ലേ? ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ആദ്യത്തെ അതേ സ്വഭാവത്തിൽ വരും. നമ്മൾ അടിക്കലായാലും. ശരിയാണ്, ആ കുട്ടിയുടെ വാക്കുകളിൽ അദ്ദേഹത്തിന് ഏറ്റ മാനസിക സമ്മർദ്ദം, വീട്ടിൽ നിന്ന് കിട്ടിയ ശിക്ഷകൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ചില ചിന്തകളുണ്ട്. അപ്പോൾ വീട്ടുകാരുമായിട്ടുള്ള ആ ഒരു സഹവാസമൊന്നും ആ ഒരു കുട്ടി വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, അവർ പറയുന്ന ആ ഒരു കാര്യങ്ങളെ മാത്രം എടുത്തു വെച്ചിട്ട് നമുക്കൊരിക്കലും അവരുടെ സിറ്റുവേഷൻ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പല ഇൻഫ്ലുവൻസുകളുണ്ട്. പേരൻറ്റിങ് മാത്രമല്ല, ഒരു കുട്ടി നമുക്കിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം അവർക്ക് മറ്റ് ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസുകളുണ്ട്. ആൺകുട്ടികളെ സിനിമ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം എന്നുള്ള രീതിയിൽ അവർ കുറേയധികം മേക്കപ്പ് ഒക്കെ ഇട്ട് കുട്ടികളെ കാണിക്കുന്നുണ്ട്. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങളെ, അത്തരത്തിലുള്ള ചില സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവതരിപ്പിച്ചതിലുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയത്തില്ല. പേരൻസ് അത്രയധികം ട്രെയിൻഡ് ഒന്നും അല്ല. എത്ര പേരൻസ് ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് എക്സ്പോഷർ ഉള്ളത്? ആ ഒരു കാലഘട്ടത്തിൽ പല പേരൻസിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമാണ്. അതിനുവേണ്ടി അവർ രാപകലില്ലാതെ അധ്വാനിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വന്നറിയിക്കുമ്പോൾ അതിന് ഈ ഒരു കാലഘട്ടത്തിൽ സജസ്റ്റ് ചെയ്യുന്ന ജെന്റിൽ പേരന്റിങ് അനുസരിച്ചിട്ടൊന്നും ഡീൽ ചെയ്യാനായിട്ട് പല ആളുകൾക്കും പറ്റുന്നുണ്ടാവില്ല. അതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അല്ലാതെ ആ ഒരു കുടുംബത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ മതം, അതൊന്നും ഇവിടെ ചർച്ച ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല.